നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ സെക്കൻഡ് ക്യാൻഡിലിൽ നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ അവിടെ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. ബൈ മിസ്റ്റേക്കിലി ഒരു ഓർഡർ ഇട്ട് വെച്ചത് കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ അത് മാർക്കറ്റ് ഓർഡർ ആയിട്ട് നമുക്ക് ഈ ക്യാൻഡലിൻ്റെ എൻഡിൽ എൻട്രി കിട്ടിയതാണ്. ആക്ച്വലി നമ്മൾ ഓർഡർ ഇടാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. അതായത് ഏകദേശം ഒരു 0.5% അടുത്ത് സ്കിപ്പ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ലിമിറ്റ് ഓർഡർ ഇടാൻ ഉദ്ദേശിച്ചത് മാർക്കറ്റ് ഓർഡർ ആയിട്ട് ബൈ ഡിഫോൾട്ട് കയറിപ്പോയതാണ്. അപ്പോൾ 45 ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1:1 തൊട്ടടുത്തേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ നമുക്കിവിടെ ഈ ഓർഡർ ബ്ലോക്കിൽ തന്നെ എടുക്കാമായിരുന്നു. അത് പോട്ടെ, എന്തായാലും അതങ്ങനെയായി. ഇനിയിപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 1:3 തന്നെയാണ്. ഇന്നലത്തെ പോലെ ഇത് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ സാധ്യത ഉള്ളൊരു പോയിൻ്റ് തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ടോട്ടൽ മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് 2.59% ചേഞ്ച് ഇന്നലെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവേണ്ട ഏരിയ നമ്മളിതിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുമ്പോൾ ഇതിൻ്റെ മിഡിൽ പോർഷൻ ഇവിടെയാണ്. അതായത് 1:2 അടുത്ത് നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഫോളോ ചെയ്താൽ താഴത്തേക്ക് തന്നെ ഇന്നലത്തേതുപോലെ ഒരു ലോയിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ മാർക്കറ്റ് 1:1 ടച്ച് ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അലർട്ടാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യും ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ പോരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമ്മൾ ഇതാണ് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്. അതിനെയും ബ്രേക്ക് ചെയ്ത് താഴത്ത് പോരാനാണ് സാധ്യത നമ്മളിന്ന് കാണുന്നത്. ഒപ്പം തന്നെ നമ്മൾ മാർക്കറ്റ് ഡെപ്ത് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഓർഡേഴ്സ്, വലിയ ഡിഫറൻസ് നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അതിവിടെയാണ് 331.25 ഒരു 12,000 ഓർഡർ കിടപ്പുണ്ട്. അപ്പോൾ അത് വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. 31.25 അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ക്യാൻഡലിൻ്റെ ലോയിൽ നമുക്ക് കുറച്ച് ലിക്വിഡിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് മാർക്കറ്റ് താഴത്തേക്ക് നല്ല രീതിയിൽ ക്രാഷ് ചെയ്തേക്കാം. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ലോ എന്ന് പറയുന്നത് 331.65 നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓൾറെഡി അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിൻ്റ് കാണുന്നത് 12,000 ഓർഡറുമായിട്ട് നമുക്ക് 331.25. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് നോക്കിയേക്കാം. 31.25 അങ്ങനെ ഇവിടെ കാണാൻ പാകത്തിന് ഒന്നും തന്നെ ഇല്ല. എനിവേ, മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കാം. അതിതാണ് കേട്ടോ, ഈ ക്യാൻഡലിൻ്റെ ഹൈ ആണ്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് ആരൊക്കെയോ കരുതുന്നു. അപ്പോൾ അവിടുന്ന് ബൈ ചെയ്യാൻ ശ്രമിക്കുന്നതാവാം. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഹൈ ആണ്. നമുക്ക് നോക്കാം. അതും ബ്രേക്ക് ചെയ്ത് താഴെ പോരുന്നത് തന്നെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. കാരണം നിഫ്റ്റി 50 നല്ലൊരു ഡൗൺ ട്രെൻഡ് കാണിക്കുവാണ്. നമ്മുടെ സ്റ്റോക്കും ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തേക്ക് കുറച്ചും കൂടെ പോന്നിട്ട് ഇവിടെ ഒരു റീടെസ്റ്റ് വന്നിട്ട് ഇത് ട്രെൻഡ് കണ്ടിന്യൂഷൻ നടക്കാനാണ് സാധ്യത നമുക്ക് തോന്നുന്നത്. അപ്പോൾ 1:1 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 1:1 വരുന്നത് 331.50 331.50. നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയലിംഗ് ഇപ്പോൾ ചെയ്യുന്നില്ല. 1:2 ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തെത്തി കഴിയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളൊന്ന് ശ്രമിച്ച് നോക്കുകയാണ്. ആ പേടി ഒന്ന് മാറ്റി വെച്ചിട്ട് 1:3, 4, 5 അങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കണം. എനിവേ, ഇനി മാർക്കറ്റിൽ നമുക്ക് കുറച്ച് ഒരു മാർക്കിങ്ങും കൂടെ നടത്തണം. അത് നടത്തിയതിന് ശേഷം നമുക്കൊന്ന് വീണ്ടും അതിനൊന്ന് റിവ്യൂ ചെയ്യാം. കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്യുവാണ്. ഇപ്പോൾ നമുക്ക് കാണാം മാർക്കറ്റ് 331 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഹ്യൂജ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. 15,000 മുകളിൽ ഓർഡേഴ്സ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇനിയുള്ളത് 330.45 14,000 ഓർഡേഴ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ അത് 15,000 കൂടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എവിടെയാണോ കൂടുതൽ ഓർഡർ ഉള്ളത് മാർക്കറ്റ് അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതാണ് പൊതുവെ കാണാറുള്ളത്. അപ്പോൾ ഇനി ആ ടാർഗറ്റാണ് അച്ചീവ് ചെയ്യേണ്ടത്. ഒപ്പം നമ്മൾ
സെല്ലിംഗ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഹ്യൂജ് ഓർഡേഴ്സ് അങ്ങനെ അങ്ങ് കാണാനില്ല. 10,000-ന് മുകളിലേക്ക് എവിടെയും നമുക്കിവിടെ കാണാനായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ 330 ഇപ്പോൾ 10,000-ന് മുകളിൽ ഓർഡർ കാണിക്കുന്നു, 45 13,000-ന് മുകളിൽ ഓർഡർ കാണിക്കുന്നു. സോ അതെല്ലാം ബ്രേക്ക് ചെയ്ത് പോവേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതെവിടെയാണ് പൊസിഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ലോ നോക്കുമ്പോൾ 330.45 അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലി പവർഫുള്ളായിട്ട് മാർക്കറ്റ് വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ ഇതിൻ്റെ ലോവസ്റ്റ് സൈഡ് ഒരു സപ്പോർട്ട് എവിടെയാണെന്ന് വെച്ചാൽ നോക്കാനാണെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന അത് 45 മാർക്കറ്റ് ക്ലിയർ ചെയ്യാൻ പോകുന്നു. അതും കൂടെ നോക്കിയേക്കാം. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 330-ൽ ഹ്യൂജ് ഓർഡർ ഉണ്ട് കേട്ടോ. 23,000-ൻ്റെ ഓർഡർ ബൈയിങ് സൈഡിൽ 330-ൽ കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് 330 പൊസിഷൻ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 1:2 ആണ്. അറ്റ് ദ സെയിം ടൈം 330 15 അപ്പോൾ ഏതാണ്ട് ഈ ഒരു ഏരിയ, അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ആയിരിക്കും. അതെ, 335 ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹ്യൂജ് ബൈ ഓർഡർ കിടപ്പുണ്ട്. അതും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 1:2 ഹിറ്റ് ചെയ്ത് പോകുന്നതാണ്. കണ്ടിന്യൂസ് ഫാളാണ് മാർക്കറ്റ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. 1:2 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ടായിരുന്നത് ഇൻഡെക്സ് അതിനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇൻഡെക്സിന് ഇനി ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല. ഇനി ഈ ഒരു പോയിൻ്റ് വരെ ഒരു ഫ്രീ ഫോൾ പോലെ പോരേണ്ടതാണ്. അതർവൈസ് നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല ലക്ഷണങ്ങൾ കണ്ടിട്ട്. 330 ഓർഡർ കൂട്ടുന്നുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് അങ്ങോട്ട് നന്നായിട്ട് വലിക്കുകയാണ്. ഇത് നല്ലൊരു വടംവലി പോലെ നിങ്ങൾ കണ്ടാൽ മതി. കൂടുതൽ ആൾക്കാർ ഏത് സൈഡിൽ നിന്നാണോ വലിക്കുന്നത്, കൂടുതൽ ആൾക്കാർ ഏത് സൈഡിലാണോ ഉള്ളത് ആ സൈഡിലേക്ക് മാർക്കറ്റ് പോകും. ഇവിടെ 22,000 ഉണ്ട്. ഇവിടെ നമുക്ക് 10,000 കാണാൻ പറ്റുന്നത് തന്നെ 330-90 ആ റേഞ്ചിലാണ്. അത് 10,000 ഉള്ളൂ, 20,000 ഒന്നും ഇല്ല. അപ്പോൾ ഇരട്ടിയിലധികം ആൾക്കാർ ഇവിടെ ഉണ്ട്, ഓർഡേഴ്സ് ഇവിടെ ഉണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് ഇങ്ങോട്ട് പോരും. ഒപ്പം തന്നെ ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് 500 ആയിട്ട് കൂടുന്നുണ്ട്. ഇവിടെ 10,000 ഓർഡർ ഇട്ടേക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ, 15 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാർക്കറ്റ് 1:2 ഹിറ്റ് ചെയ്യുന്നു. ഇനി നമ്മളിപ്പോൾ ജൂൺ 5-ലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്കിവിടെ താഴത്തൊരു സപ്പോർട്ട് ലെവൽ കാണാൻ പറ്റുന്നത്. അത്രയും ബാക്കിലാണുള്ളത്. അതിലേക്കൊന്ന് പോവാം. കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജൂൺ 5-ലെ ഡേ ക്യാൻഡിൽസ് ആണ്, 5 മിനിറ്റ് ക്യാൻഡിൽസ് ആണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെയാണ് ഇനി ഒരു സപ്പോർട്ട് ഉള്ളത്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീ ഫോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ വരെ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു പോയിൻ്റ് വരെ മാർക്കറ്റ് പിന്നീട് എത്തേണ്ടതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. 322.85 വരെ മാർക്കറ്റ് പിന്നീട് എത്താനുള്ളൊരു സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 1:2-ലേക്ക് മാർക്കറ്റ് എത്തുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജൂൺ 5-ലേക്ക് വന്നിട്ടാണ് ഈ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് പോകാം. ഇവിടെ നല്ലൊരു ഫോള് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 330.10 ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ 25,000 ഓർഡറായിട്ട് അവിടെ അത് കൂട്ടിയിട്ടുണ്ട്. 532 പേരുണ്ട്. ബൈയിങ് സൈഡിൽ 10,000-ൻ്റെ ഓർഡർ അതുള്ളത് 330.95-ലാണ്. സോ ദാറ്റ് മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് തന്നെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിഫ്റ്റി 50 ആണെങ്കിലും ഈ ഏരിയയിൽ ചെറിയൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് ബ്രേക്ക് ചെയ്ത് താഴെ പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അത് ഹിറ്റ് ചെയ്തതിന് ശേഷം ഇന്നത്തെ ഡേയിലോ നോക്കിക്കഴിഞ്ഞാൽ 330.10 അതായത് ഇവിടെ തിരിച്ചു പോയിട്ടൊരു റീട്രേസ്മെൻറ്റ് ഇവിടെ വരെ വരാൻ സാധ്യതയുണ്ട്. അവിടെ വരെ വന്ന് ഒരു റീട്രേസ് എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ 330-ൻ്റെ എല്ലാ ഓർഡേഴ്സും എടുത്ത് താഴത്തേക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തേക്കാം. കാരണം നല്ലൊരു ഫോളാണ് ഇപ്പോൾ തന്നത്. സോ ലിക്വിഡിറ്റി ഇനി ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിന് തിരികെ വീണ്ടും മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് കുറച്ച് ഹ്യൂജ് ഓർഡേഴ്സ് സെല്ലിംഗ് സൈഡിലുള്ളത്
331.20 തൊട്ടൊരു 331.35 ആ ഏരിയയിലൊക്കെയാണ്. അപ്പോൾ ഈ 10,000-ൻ്റെ ഇവിടെ ക്വാണ്ടിറ്റി കാണിക്കുന്നത് ചിലപ്പോൾ വന്ന് എടുത്തേക്കും 331.35. അതെടുക്കുകയാണെങ്കിൽ മാർക്കറ്റിന് അവിടുന്ന് നല്ല രീതിയിൽ വീണ്ടും ലിക്വിഡിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാരെ സ്റ്റോപ്പ് ലോസും കിട്ടിയതുകൊണ്ട് താഴത്തേക്ക് വീണ്ടും ഫ്രീ ഫോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഈ ട്രേഡിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ചാർജ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി 45 ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ 333.20 നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത്, ഷോർട്ട് സെല്ലാണ്. ടോട്ടൽ ടേൺ ഓവർ വരുന്നത് എത്രയാണ്? 29,972 രൂപയുടെ ട്രേഡാണ് മൊത്തത്തിൽ വരുന്നത്. ബ്രോക്കറേജ് 8 രൂപ സംതിങ്സ് വരുന്നുണ്ട്. ടോട്ടൽ ചാർജ് വരുന്നത് 15 രൂപ 73 പൈസയാണ്. അതായത് നമ്മൾ എടുത്ത പെർ സ്റ്റോക്കിൽ നമുക്ക് 35 പൈസ വെച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ വരാൻ പറ്റും. പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ഓക്കെ, അപ്പോൾ 35 പൈസ എന്ന് പറയുമ്പോൾ 320 എടുത്തത് നമുക്ക് 332.85 എക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ഇന്ന് കയ്യിൽ നിന്നൊന്നും പോകത്തില്ല. ഓക്കെ, അപ്പോൾ 332.85. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 332.85 നമുക്ക് നമ്മുടെ ബ്രേക്ക് ഈവൻ എക്സിറ്റ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 1:2 ഇപ്പോൾ ട്രിഗർ ആവുകയാണ്. ഈ ക്യാൻഡലിൻ്റെ ലോ വന്നേക്കുന്നത് 29.90 അതായത് നമ്മൾ പറഞ്ഞ 30 അത് ക്ലിയറായിപ്പോയി. 25,000-ൻ്റെ ഓർഡർ ഇവിടെ ഉണ്ടായിരുന്നത് ക്ലിയറായിപ്പോയി. ഇനിയുള്ളത് 10,000-ൻ്റെ ഓർഡറാണ്. അത് 29.65 അപ്പോൾ 29.65 എന്ന് പറയുമ്പോൾ ഈ ക്യാൻഡലിൻ്റെ ലോ ആണ്. അല്ല, അത് 29.35. നിഫ്റ്റി 50 ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും അടുത്ത ക്യാൻഡിൽ ഡൗൺ വേർഡ് വയ്ക്കുവാണ്. നമ്മുടെ സ്റ്റോക്ക് ഡേ ലോയിലാണുള്ളത്. നിഫ്റ്റി 50 ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്യാൻഡിലിൽ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ലോ അത് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും താഴത്തേക്ക് പുഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ദാറ്റ് നമ്മുടെ ക്യാൻഡിലും അതുപോലെ താഴത്തേക്ക് പോരേണ്ടതാണ്. ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ 329.65 ഇനി ഹ്യൂജ് ഓർഡേഴ്സ് ഉണ്ട്. 13,000-ൻ്റെ ഓർഡർ കാണിക്കുന്നുണ്ട്. 50-ൽ 11,000-ൻ്റെ ഓർഡർ കാണിക്കുന്നുണ്ട്. 329.50. ഇപ്പോൾ ടോട്ടൽ ഓർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബൈയിങ് സൈഡ് 7,76,000-ഉം സെല്ലിംഗ് സൈഡ് 6,86,000-ആണ്. സോ വലിയ വ്യത്യാസം അവിടെയും ഉണ്ട്. നിയർലി 1 lakh ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് 1:2 ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴത്തൊരു ക്ലോസിങ് തരണം. അവിടെ തൊട്ട് നമുക്ക് പിന്നെ ബ്രേക്ക് ഇവൻറ്റിലേക്കോ 1:1-ലേക്കോ ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് പിന്നീട് 1:3 ഇവിടേക്കും പിന്നെ ഈ ഒരു 2 പോയിൻറ്റുകളുടെ മധ്യഭാഗത്തേക്ക് ഇന്ന് മാർക്കറ്റ് വരും എന്ന് വെറുതെ ഒരു തോന്നൽ. അപ്പോൾ ഇവിടെ വരെ, അതായത് ഈ സപ്പോർട്ട് വരെ വേണമെങ്കിലും മാർക്കറ്റിന് വരാവുന്നതാണ്, ഇമ്പോസിബിളൊന്നുമല്ല. അപ്പോൾ ഈ 2 പോയിൻറ്റുകളുടെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ 325.40 അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എത്ര കിട്ടുമെന്ന് നോക്കാം. 325.40. യെസ്, കൃത്യം മധ്യഭാഗത്തേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു 1:4 വരുന്നുണ്ട്, 1:5 അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് ടാർഗറ്റ് ചെയ്ത് നോക്കാം. അത് ട്രയലും സ്റ്റോപ്പ് ലോസോടുകൂടെ 1:1 എങ്കിലും നമുക്ക് മിനിമം ഇന്ന് കിട്ടിയാൽ മതി. ബാക്കി ഹൈ എത്ര കിട്ടാൻ സാധ്യതയുണ്ടോ അതിലേക്ക് നമുക്ക് പിന്നീട് ടാർഗറ്റ് ചെയ്യാം. എനിവേ 1:3 എടുത്താൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്. കാരണം നമ്മൾ 1:2 മാത്രമേ എടുക്കാറുള്ളൂ. ഓർഡറുകൾ 330-ൽ കൂടി വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും ഉണ്ട്. നമ്പർ ഓഫ് ഓർഡേഴ്സ് അവിടെ കൂടുതലുണ്ട്.
മാർക്കറ്റ് നല്ലൊരു റിവേഴ്സൽ മൂവ് ഇപ്പോൾ നടത്തിയതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മാർക്കറ്റിന് താഴത്തേക്ക് പോകാനുള്ള ഫ്യൂവലില്ല, ലിക്വിഡിറ്റി ഇല്ല. സോ ദാറ്റ് ഇവിടുന്ന് മാക്സിമം ഓർഡേഴ്സ് കിട്ടണം. സെൽ ഓർഡേഴ്സ് മാക്സിമം എടുത്തിട്ട് വേണം താഴത്തേക്ക് വന്ന് ബൈ ഓർഡേഴ്സ് ഹിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്ത് ബൈ ഓർഡേഴ്സ് ഇവിടെ കിട്ടും. അറ്റ് ദ സെയിം ടൈം അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. സോ ഇവിടുത്തെ സെൽ ഓർഡേഴ്സ് എല്ലാം എടുത്തിട്ട് വേണം ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, അതായത് ഇവിടുന്ന് മുകളിലേക്ക് ബൈ ചെയ്ത ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇവിടെ ഉണ്ടാവും. അതും എടുത്തിട്ട് താഴത്തേക്ക് മാർക്കറ്റിന് പോകണം. അപ്പോൾ ഈ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിൻ്റെ ഫ്യൂവൽ. എവിടെയാണോ സ്റ്റോപ്പ് ലോസ് കിട്ടുന്നത് അത് എടുക്കണം. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് ആൾക്കാരെ കൊണ്ട് എൻട്രി എടുപ്പിക്കണം. അങ്ങനെ എൻട്രി എടുക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസും വെച്ച് കൊടുക്കും. തിരിച്ചു വന്നിട്ട് അത് എടുത്തുകൊണ്ട് താഴത്തേക്ക് പോവുക. അതാണ് മാർക്കറ്റിന് വേണ്ടത്. സോ മാർക്കറ്റ് ഒരു റിവേഴ്സൽ മൂവ് നടത്തുവാണ്. ഒപ്പം നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അതിന് താഴത്തേക്ക് പോകാൻ ഫ്യൂവലില്ല. നമ്മളീ പറഞ്ഞ സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടല്ലോ, ഇതിൻ്റെ ഹൈ വരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. എന്താണ്, താഴത്തേക്ക് സെല്ല് ചെയ്ത ആൾക്കാർ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് എടുക്കുക. അപ്പോൾ പ്രോഫിറ്റ് കിട്ടി. അതിന് ശേഷം വീണ്ടും താഴത്തേക്ക് വരിക. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ വരെ ഈ ഗ്രീൻ ക്യാൻഡിൽ തൊട്ട് ഇവിടെ വരെ ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴത്തെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ തിരികെ വന്ന് ആ സ്റ്റോപ്പ് ലോസ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് താഴത്തേക്ക് പോവുക. ഇതാണ് മാർക്കറ്റ് നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു സ്റ്റോപ്പ് ലോസ് ട്രിഗറായി പോകണം. അതായത് 329.80 നമ്മളുടെ 1:2 വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ അതിതാണ് 330-ൽ 253 പേരുണ്ട്. 12,000-ൻ്റെ ഓർഡറുണ്ട്. ഇതിനോട് അടുപ്പിച്ച് നല്ല ഓർഡേഴ്സ് ഉണ്ട്. 30,000-ന് മേളിൽ ഈ പോയിന്റിൽ മാത്രം നമുക്ക് ഓർഡേഴ്സ് അടുപ്പിച്ചടുപ്പിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ തിരിച്ചു വന്ന മാർക്കറ്റ് ഇവിടെ ഹിറ്റ് ചെയ്ത് അങ്ങ് താഴത്തേക്ക് നല്ലൊരു ബ്രേക്ക് തരാനുള്ള സാധ്യതയാണ് അത്ര ഓർഡർ അവിടെ കിടക്കുമ്പോൾ നമുക്ക് കാണുന്നത്. എന്തായാലും നമുക്കത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോയിലെ സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്തുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് തന്നെ മൂവ് ചെയ്യുവാണ്. ഈ ക്യാൻഡലിൻ്റെ ലോ 300-ലേക്ക് വരുന്നു, 330-ലേക്ക് വരുന്നു. അപ്പോൾ അവിടെ നല്ല ഓർഡർ കിടപ്പുണ്ട്. നമുക്ക് നോക്കാം. 15 330 ഇവിടെ 9,000 ഓർഡേഴ്സായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് ആൾക്കാർ താഴത്തേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 329.65-ലേക്ക് 20,000-ൻ്റെ ഓർഡർ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. സോ താഴത്തേക്ക് മാർക്കറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ബൈയിങ് ഓർഡേഴ്സ് എല്ലാം ലിമിറ്റ് ഓർഡേഴ്സാണ്. സോ ദാറ്റ് താഴത്തേക്കാണ് മാർക്കറ്റിൻ്റെ വാല്യൂ വരുന്നത്. നേരെ മറിച്ച് അതെല്ലാം മാർക്കറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് മുകളിലേക്ക് കയറി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് സെല്ലിങ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഓർഡർ സെല്ല് ചെയ്യും. കാരണം ഈ ബൈ ചെയ്യാനുള്ള ആൾക്കാരുടെയൊക്കെ ക്വാണ്ടിറ്റി അവർക്ക് ഫില്ല് ചെയ്ത് കിട്ടും. അതാണ് അവർ ചെയ്യുന്നത്. 330-ലെ ഓർഡേഴ്സ് 15,000 ക്വാണ്ടിറ്റി ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. 265 പേരുടെ ഓർഡേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ നല്ല രീതിയിൽ 8 ലക്ഷത്തിലേക്ക് ഓർഡർ കൂടിയിട്ടുണ്ട്. ഇത് 7 ലക്ഷമാണ് സെല്ലിംഗ് സൈഡ് ഉള്ളത്. 1 ലാഖിൻ്റെ ക്ലിയർ ഡിഫറൻസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റ് അറ്റ് ദ സെയിം ടൈം വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിഫ്റ്റി 50 അതേ കലാപരിപാടിയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും നമ്മൾ 1:2 ഹിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്കിനി വരാം. അങ്ങനെ മാർക്കറ്റ് 330 പ്രൈസിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. 12,000 ഓർഡർ അവിടെ ക്ലിയർ ആവാനുണ്ട്. അത് ക്ലിയർ ആയില്ല. അത് 19,000 ഓർഡറായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കുള്ള ബ്രേക്ക് കാണാൻ കിട്ടേണ്ടതാണ്. പക്ഷേ അവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും റിജക്റ്റ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിഫ്റ്റി 50-ലും അതേ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നല്ല ബൈയിങ് അവിടെ നടക്കുന്നുണ്ട് എന്നതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ക്യാൻഡിലിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നല്ല ബൈയിങ് നടക്കുന്നു.
ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പക്ഷേ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ നിർവാഹമുള്ളൂ. ഇതിപ്പോൾ ക്ലിയർ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കവിടെ 1:1 വല്ലതും ട്രയൽ ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആകുന്ന പ്രതീക്ഷയിൽ എക്സിറ്റ് ചെയ്തിട്ട് പോരേണ്ടി വരും. 330 വീണ്ടും എത്തുന്നു. അത് ക്ലിയർ ചെയ്ത് പോകണം. 21,000 ക്വാണ്ടിറ്റി ആയിട്ട് അത് ഉയർത്തുന്നു. ക്ലിയർ ആകുന്നില്ല. അതങ്ങ് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു വോളിയം, 48,000 വോളിയം, 51,000 വോളിയം ആ ക്യാൻഡിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ 1:2 ട്രിഗറായിട്ടുണ്ട്. അതിൻ്റെ അലർട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമുക്കിനി ട്രയൽ ചെയ്യാം. 1:1 നമുക്ക് ട്രയൽ ചെയ്യാം. കാരണം വലിയ വോളിയത്തിലാണ് അത് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ലിക്വിഡിറ്റി കിട്ടണമെങ്കിൽ തന്നെ മാർക്കറ്റ് ഇവിടം വരെ വന്നാൽ മതി. മാർക്കറ്റിന് ഇവിടെ നല്ല ലിക്വിഡിറ്റി കിട്ടും. നിഫ്റ്റി 50 ഈ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 അത് സൈഡ് വേസ് തന്നെ കാണിക്കുവാണ്. നമ്മുടെ സ്റ്റോക്ക് പക്ഷേ അതെടുത്തിട്ട് തിരികെ കയറുന്നതായിട്ടാണ് കാണുന്നത്. എനിവേ, നമ്മളിന്ന് 1:1 ട്രയൽ ചെയ്യുവാണ്. $331.50 നമ്മൾ വയ്ക്കുവാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് നമുക്കൊരു 75 റുപ്പീസ് എന്തായാലും മിനിമം നമ്മളവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി 1:3 പ്ലസ് നമുക്കിവിടെ മാക്സിമം ടാർഗറ്റ് ചെയ്യാവുന്നത് 325 വരെ നമുക്കൊരു 1:4 വയ്ക്കാം. 1:4 ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. 1:4 വരുമ്പോൾ 326.60. ഓർഡർ ബ്ലോക്ക് എവിടെ ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 24,000 ഓർഡേഴ്സ് 329 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 24,000 ഓർഡർ, അത് നല്ല ഒത്തിരി ആൾക്കാരുടെ കൂടിയാണ് അത്രയും വോളിയം കാണിക്കുന്നത്. അപ്പോൾ 29 എന്ന് പറയുമ്പോൾ ഈ ഏരിയ ഇവിടെ ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് അപ്പം നല്ലൊരു ഫോള് പ്രതീക്ഷിക്കാവുന്നതാണ്. എഗെയിൻ നിഫ്റ്റിയും താഴത്തേക്ക് പോരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 326.60 നമുക്ക് ടാർഗറ്റ് ഓർഡർ ചെയ്യാം. നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. നമുക്കിനി ബൈ ചെയ്യണം. അത് ലിമിറ്റ് പ്രൈസിലാണ് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റി വരുന്നത് 45 നമ്പറാണ്. 65 അല്ല, നമുക്ക് 60 ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്, ടാർഗറ്റും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 1:3 ട്രിഗർ ആയതിന് ശേഷം ഇതിലേക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ അലർട്ടും വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് പോസ് ചെയ്യാം. നമ്മുടെ സ്റ്റോക്ക് ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. $331 നല്ല റിജക്ഷൻ കിട്ടുന്നു എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനിവിടെ ഒന്നും ലിക്വിഡിറ്റി കിട്ടിയില്ല താഴത്തേക്ക് പോകാനായിട്ട്. സോ ദാറ്റ് അത് ഇവിടെ വന്നിട്ട് ഇന്നത്തെ ഡേ ഹൈയിൽ പോയി ലിക്വിഡിറ്റി എടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ടൊരു പക്ഷേ താഴത്തേക്ക് പോരാം, അല്ല എങ്കിൽ ഈ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്താൽ അത് മുകളിലേക്കും പോകാം. നമ്മുടെ സ്റ്റോക്ക് പക്ഷേ നമുക്കെന്തായാലും 1:1 ട്രയൽ ചെയ്തേക്കുന്നതുകൊണ്ട് അത് മിനിമം കിട്ടും. സ്റ്റോക്കിൽ ഇനി ഹ്യൂജ് ഓർഡർ കിടക്കുന്ന എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെല്ലിങ് സൈഡിൽ ഹ്യൂജ് ഓർഡർ ഉള്ളത് നമ്മൾ ഇട്ടേക്കുന്ന 331.50 സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കുന്നത്. അതിന് മുകളിൽ 55 അവിടെ ഹ്യൂജ് ഓർഡർ കാണിക്കുന്നുണ്ട്. ഇനി ബൈയിങ് സൈഡാണെങ്കിൽ 330.45 12,000 കാണിക്കുന്നുണ്ട് ഓർഡർ. സോ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ല എങ്കിൽ നമുക്കിന്ന് ട്രയലും സ്റ്റോപ്പ് ലോസും കൊണ്ട് പോരേണ്ടി വരും.
എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ ട്രയലും സ്റ്റോപ്പ് ലോസ് കിട്ടുന്നതിന് തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. 331.25 ഈ ക്യാൻഡലിൻ്റെ ഹൈ വെച്ചിട്ടുണ്ട്. അവിടെ നല്ല വോളിയം വന്നിട്ടുണ്ട്. സോ ദാറ്റ് ലിക്വിഡിറ്റി അവിടെ കിട്ടുകയാണെങ്കിൽ അത് താഴത്തേക്ക് പോന്നാൽ നല്ലത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ആയിട്ടുണ്ട്. $331.40 വരെ എത്തിയിട്ടുണ്ട്. 331.50 നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഇനി സെക്കൻഡുകളേ ഉള്ളൂ. ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്യാൻഡലിന് നല്ല വോളിയം വെച്ചു, 62K. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയലും സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിരിക്കുന്നു. നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്യുവാണ്. 74 രൂപ 25 പൈസ നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മളിന്ന് NTPCയിൽ ഷോർട്ട് സെല്ലാണ് ചെയ്തത്. 74 രൂപ 25 പൈസ 25 പൈസ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നു. ഒരു ദിവസം കൂടെ പ്രോഫിറ്റ് അടിച്ചിരിക്കുന്നു. 142 ദിവസത്തിൽ 61 പ്രോഫിറ്റും 81 ലോസും. 42 അല്ലെങ്കിൽ 43% വിൻ റേഷ്യോയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് 0.5% ആണ്. ആണ് നമ്മൾ റിസ്ക് റിവാർഡ് എടുത്തേക്കുന്നത്. ഇന്ന് അച്ചീവ് ചെയ്തേക്കുന്നത് 1:2 അച്ചീവ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ഇന്ന് വരെയുള്ള നമ്മളുടെ നെറ്റ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ന്യൂ ഇയർ നമ്മൾ പ്രോഫിറ്റോട് കൂടി തുടങ്ങി, ചെറിയൊരു പ്രോഫിറ്റ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ പോയിട്ടിനി എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾ വൈകുന്നേരത്തേക്ക് നോക്കിയാൽ മതി. ഈ ഒരു ഹ്യൂജ് ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ക്യാൻഡിൽ ആക്ച്വലി ഇതൊരു നല്ല ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷ ഈ ക്യാൻഡലിൻ്റെ ലോ വരെയെങ്കിലും ഇത് പോകും എന്നുള്ളതായിരുന്നു. അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ ഇവിടെ ഇതൊരു ഹ്യൂജ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്തു. അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് എടുക്കുന്നതാണ് കണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറഞ്ഞ പോലെ നിഫ്റ്റി 50 വന്നിട്ട് ഇതിൻ്റെ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് അപ്പർ ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. സോ ദാറ്റ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ പൊസിഷനിൽ ഇവിടെ നമുക്ക് ഓർഡർ കിട്ടേണ്ടതായിരുന്നു. ദാറ്റ് മീൻസ് നമുക്ക് ഇന്ന് കിട്ടേണ്ടിയിരുന്നത് ഈ ഓർഡർ ബ്ലോക്കിനുള്ളിലായിരുന്നു. അപ്പോൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 0.5% സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് നമുക്ക് ഇന്ന് അച്ചീവ് ചെയ്ത ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധിക സമയം 1:2 മുകളിൽ നിന്നിട്ടുണ്ടാവും. ഇന്ന് അച്ചീവ് ചെയ്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 1:5 മുകളിൽ കുറച്ചധികം നേരം ഇന്ന് മാർക്കറ്റ് നിന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ 1:3 or 4 ഒക്കെ എടുക്കണമെങ്കിൽ വേറെ യാതൊരുവിധ മാർഗ്ഗവുമില്ല. നമ്മൾ ട്രയൽ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്നും 1:2 കൊണ്ടിരിക്കേണ്ടി വരും. സോ ദാറ്റ് പതുക്കെ നമുക്കതിനെ കൂട്ടിയെടുക്കണം. ഇപ്പോൾ ഇന്ന് സംഭവിച്ച കാര്യം കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ല. നാളെ ലോസ് അടിച്ചാൽ പോലും ഇന്ന് കിട്ടി ഈ 1 പോർഷൻ നാളെ ലോസായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോയിട്ടില്ല. എന്നാൽ നാളെയും നമുക്ക് 1:2 എബോ ടാർഗറ്റ് ചെയ്യാം. അങ്ങനെ പല ദിവസം ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ ഇപ്പോൾ ഈ മാസം ഈ ഒരു രീതി നമ്മൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം മാത്രം 2 തവണ 1:5 എബോ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി 1, 2 തവണ 1:3 മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1:3ഉം 5ഉം ഒക്കെ വന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ 3ഓ 5ഓ ഒക്കെ എടുക്കാൻ പറ്റേണ്ടതാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ട്രയൽ ചെയ്തുകൊണ്ട് ചെയ്യുക എന്നതേ മാർഗ്ഗമുള്ളൂ. അതായത് നമ്മുടെ കഷത്തിരിക്കുന്ന പോകാനും പാടില്ല, ഉത്തരത്തിരിക്കുന്ന എടുക്കാൻ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് നടക്കത്തില്ല. അപ്പോൾ കുറച്ചൊരു നഷ്ടം സഹിക്കാൻ ഒരു പോർഷൻ എടുത്ത് എക്സിറ്റ് ചെയ്യേണ്ടത് സഹിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഹയർ റിസ്ക് റിവാർഡ് ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിൻ റേഷ്യോയിലല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, മറിച്ച് റിസ്ക് റിവാർഡ് ഹൈ ആക്കുന്നതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്താൽ നമുക്ക് ഡിഫൻസ് കളിക്കാൻ പറ്റും, സേഫ് സൈഡിൽ നിന്നിട്ട് കളിക്കാൻ പറ്റും. നേരെ മറിച്ച് 1:1 റിസ്ക് റിവാർഡ് വെച്ചുകൊണ്ട്
നമ്മൾ 70% വിൻ റേഷ്യോ കിട്ടാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അത് സക്സസ്ഫുൾ ആകണമെന്നില്ല. ഇനി അങ്ങനെ എടുത്തുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് വലിയ പ്രോഫിറ്റിലേക്കൊന്നും പോകാൻ ഒരിക്കലും പറ്റുകയുമില്ല. അപ്പോൾ മിനിമം 1:2 എബോ ടാർഗറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇന്ന് നമ്മൾ 1:2 വന്നിരുന്നു, അതെടുക്കാതിരുന്നത് 1:3 4 കിട്ടാനൊരു സാധ്യത ഇവിടെ അങ്ങനെ എല്ലാ ദിവസവും കാണാൻ പറ്റണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. എല്ലാ ശ്രമങ്ങളും വിജയിക്കണമെന്നില്ല. ഇപ്പോൾ 1:5 2 തവണ വിജയിച്ചിരുന്നെങ്കിൽ നമുക്ക് 10% പ്രോഫിറ്റ് കിട്ടും. 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10 ദിവസം സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പോർഷൻ നമുക്ക് കിട്ടി. അതർവൈസ് 1:2 വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 ദിവസം കൊണ്ട് കിട്ടേണ്ട പ്രോഫിറ്റ് 2 ദിവസം കൊണ്ട് കിട്ടുവാണ്. അപ്പോൾ കൂടുതൽ വിന്നിൻ്റെ ആവശ്യമില്ല, 5 വിന്നിൻ്റെ ആവശ്യമില്ല, 2 ദിവസത്തെ വിൻ കിട്ടിയാൽ മതി ഈ 1:5 കിട്ടിയിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് റിവാർഡ് കൂട്ടാനായിട്ട് ഇനി നമ്മൾ ശ്രമിച്ച് തുടങ്ങുവാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.